അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് മാറിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ 6ാം ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം മിസ്സേ, ഒന്നിനെക്കുറിച്ചും ഒരു ഐഡിയ ഇല്ലാണ്ടാണ് എല്ലാവരും ഇരിക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം മിസ്സിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടല്ലേ. അതായത് 6ാം ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പഠിക്കണം, നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കിട്ടുന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആവണം എന്നൊക്കെ നമ്മുടെ കുറേ സ്വപ്നങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ നടക്കാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വട്ടം അതായത് നമ്മൾ 5ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സമയത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇടയ്ക്ക് കുറച്ച് കുഞ്ഞു മടികൾ വന്നിരുന്നു. അതേപോലെ തന്നെ ചില നമ്മൾ പഠിച്ച ആ ഒരു സ്ട്രാറ്റജി ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ അവസാനമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ഒന്നും ചിലപ്പോൾ പഠിച്ചു തീരാനായിട്ടൊന്നും സാധിച്ചൊന്നും വരില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മിസ്റ്റേക്കുകളൊന്നും, അതായത് നമ്മുടെ 5ാം ക്ലാസ്സിൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകളൊന്നും തന്നെ നമ്മൾ ഇനി ആവർത്തിക്കുന്നില്ല. മാത്രമല്ല ഇനി നമ്മുടെ 6ാം ക്ലാസ്സിൽ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങാനും പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഈ ഒരു 6ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങി തരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ സേവ് ചെയ്ത് വെക്കുക. എന്തിനാണ് സേവ് ചെയ്ത് വെക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ നമ്മൾ മറന്നു. അതായത് ആദ്യ വീഡിയോ ഒക്കെ മിസ് ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. എല്ലാവരും ഇനി മുതൽ അങ്ങോട്ട് പഠിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതാ തീർന്നു അല്ലേ. ആ ഉഷാറൊക്കെ അങ്ങോട്ട് പോകും, ആ മോട്ടിവേഷനൊക്കെ അങ്ങോട്ട് തീർന്നു അല്ലേ. ചോർന്ന് പതിയെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകും. അപ്പം അങ്ങനെ ഇല്ലാതെ ആയി പോരുത്. നിങ്ങൾക്ക് അങ്ങനെ മോട്ടിവേഷൻ തീർന്നു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് എന്ത് ചെയ്യുക, വീണ്ടും ഇതെടുത്ത് കാണാം. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോൾ മിസ് പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ കുട്ടികൾ ഈ ഒരു 6ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സസ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, അതിൻ്റെ ഓരോന്നിൻ്റെയും കോൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഇനി കുറച്ചും കൂടെ ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ബേസ് ഭയങ്കര കറക്റ്റ് ആവണമെന്നില്ല. അതായത് ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ക്ലാസ്സസിലൊന്നും കറക്റ്റായിട്ട് ചിലപ്പോൾ പഠിച്ചെടുക്കാനായിട്ട് പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രം ദ ബേസ് മുതലേ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ എക്സാം വിന്നറിന് തന്നെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ 6ാം ക്ലാസ്സിനും ഒരു ബാച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വിഷമിക്കൊന്നും വേണ്ട, എല്ലാത്തിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അഥവാ ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കാം, മിസ്സേ അതൊന്നും കൂടെ പറഞ്ഞു തരുമോ. ഇപ്പോൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന് കുറച്ച് സമയപരിമിതി ഉണ്ടാവും. പക്ഷേ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും അങ്ങനത്തെ സമയപരിമിതി ഒന്നുമില്ല. എൻ്റെ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്ന വരെ അടിപൊളിയായിട്ട് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് നല്ലോണം മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ അറിഞ്ഞിരിക്കണം. ഓക്കെ, എല്ലാം കഴിഞ്ഞ് നമ്മുടെ പരീക്ഷ എത്തുന്ന സമയത്താണ് എല്ലാവർക്കും ഭയങ്കര ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയണമല്ലോ, പഠിക്കണമല്ലോ എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്ന സമയത്തും അതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് 2 എണ്ണം ചെയ്യണം. ഓക്കെ, അതായത് ഏതൊക്കെയാണ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാതും. അതായത് മുൻവർഷ ചോദ്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അവിടെ ഇവിടെ കേട്ടുണ്ടാവും. പിന്നെ ഏറ്റവും ലാസ്റ്റൊക്കെ ആയിട്ട് ഓരോ ചാപ്റ്ററിൻ്റെ അവസാനമായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാതും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ക്ലാസ്സസ് ഒക്കെ നന്നായിട്ട് കേൾക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. റെഡി ആണല്ലോ? അത്രയും സെറ്റായല്ലോ? അപ്പോൾ ക്ലാസ്സസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യമാണ് ഇത്, അതാണ് നോട്ട്സുകൾ. ഓക്കെ, ഈ നോട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പലർക്കും എന്താണെന്ന് വെച്ചാൽ സംഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം വേസ്റ്റായി പോകും. അതെങ്ങനെയാണ് ഈ സമയം വേസ്റ്റ് ആകുന്നതെന്ന് അറിയോ? നമ്മൾ വിചാരിക്കും നോട്ടല്ലേ ഉണ്ടാക്കുന്നത്, നമുക്ക് നോട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് സമയം വേസ്റ്റായി പോകുന്നത്? അത് വേസ്റ്റ് ആകും മക്കളെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ കിട്ടിയിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്തു, സ്കൂളിൽ നിന്ന് ഇതേ നിങ്ങൾ നോട്ട് എഴുതി നിൽക്കാം. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് ക്ലാസ് ഒക്കെ കേട്ടിട്ട് നിങ്ങളിതേ നോട്ട് എഴുതി. അതിനുശേഷം പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമല്ലോ, വീട്ടിൽ വന്നിട്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ആദ്യം മുതൽ ആ ടോപ്പിക്കിൻ്റെ ആദ്യം മുതൽ ഫ്രം ദ ബിഗിനിങ് തുടങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു നോട്ട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം വെറുതെ വേസ്റ്റായിട്ട് പോകുന്നതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇപ്പോൾ സ്കൂളിലെ നോട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ വെക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഗ്യാപ്പുകൾ, ഓക്കെ, കുറച്ച് ഗ്യാപ്പ് എന്ത്
ചെയ്യുക, ആ നോട്ടിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്യാപ്പും കൂടെ വെച്ച് വെക്കുക. ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അവിടെ കുറച്ച് സ്പേസ് അവിടെ വെച്ച് വെക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് വെക്കുന്ന സമയത്തോ അതിലെന്തെങ്കിലും ചിലപ്പോൾ കോഡുകൾ ആഡ് ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് പോയിന്റ്സും കൂടെ അതിൽ ആഡ് ചെയ്യാനുണ്ട്, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ ആഡ് ചെയ്യാനായിട്ട് മാത്രം അവിടെ കുറച്ച് ഗ്യാപ്പ് അവിടെ സ്ഥലം വിട്ടുവെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് വീണ്ടും ആദ്യം മുതൽ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല. ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ടുകൾ എൻ്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഒരു കാര്യം കൂടെ ചെയ്യുക, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കാണുന്ന സമയത്ത്, അതായത് നിങ്ങൾ ലെക്ചേഴ്സ് കാണുമല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ നമ്മൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഷോർട്ട് നോട്ടുകൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഇങ്ങനെ വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ അതേപോലെ തന്നെ പരാവാരം പോലെ എഴുതി വെക്കാതെ സിമ്പിളായിട്ട് ചെറിയ 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 സിമ്പിളായിട്ട് എൻ്റെ കുട്ടികൾക്ക് എപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാകുന്ന തരത്തിൽ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, എല്ലാ സെൻറ്റൻസും കംപ്ലീറ്റ് എഴുതാതെ ചെറിയ 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 കുട്ടി കുട്ടി പോയിന്റ്സുകളായിട്ട് എഴുതി വെക്കുക. അതാണ് നമ്മൾ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക എന്ന് പറയാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർമുല, ഇപ്പം നമ്മുടെ മാത്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറേ നമുക്ക് ഫോർമുലകളൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോർമുലകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ബയോളജിയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടേംസ് ഒക്കെ പഠിക്കാനില്ലേ, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പേപ്പറിലൊക്കെ നിങ്ങൾക്ക് എഴുതിയിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വാങ്ങാൻ കിട്ടും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ സ്റ്റഡി റൂമിലൊക്കെ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് ഒട്ടിച്ച് വയ്ക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡയഗ്രാംസ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇതൊക്കെ കുറച്ചും കൂടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ നമ്മൾ ഷോർട്ട് നോട്ട്സിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ ഒന്നും കൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം സമയമില്ല, പക്ഷെ വേഗം ഒന്ന് ഓടിച്ച് നോക്കാനായിട്ടൊക്കെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് ഈ നോട്ട്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട്സിൻ്റെ കാര്യം എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അതിനുശേഷം എത്ര സമയം നമ്മളിരുന്ന് പഠിക്കണം, ഓരോ ദിവസം നമ്മൾ എത്ര സമയമാണ് മിസ്സേ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കേണ്ടത്? അങ്ങനെ എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര ആവേശം ഭയങ്കര കൂടുതലായിരിക്കില്ലേ? സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ മിസ്സായാലും ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ സ്കൂളിൽ പോയി 2-3 ദിവസത്തേക്ക് ഭയങ്കര ആവേശമായിരിക്കും, ഫുൾ ടൈം ഇരുന്ന് ഭയങ്കര പഠിത്തമൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിൽ വല്ല കാര്യമുണ്ടോ? കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ തോന്നും നമ്മൾ എന്തോ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പഠിക്കുന്നു ഭയങ്കര കഷ്ടപ്പാടാണ് എന്നുള്ള രീതിക്ക് നമുക്കൊരു തോന്നൽ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഈ പഠനം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടാണെന്ന് തോന്നരുത്. എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ടോപ്പിക്കുകളും നല്ല ഇഷ്ടത്തോടു കൂടെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അല്ലേ എന്ന് വെച്ചിട്ട് ഭയങ്കര സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയാക്കണം എന്ന് വെച്ചിട്ട് കുറേ നേരം ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് പലരും ചെയ്യുന്നത് വെച്ചാൽ ഓവർ ഡു ചെയ്യും. അതായത് അങ്ങനെ ഓവർ ഡു കുറേ ഇങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇങ്ങനെ കുറേ നേരം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 hour നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഒരു 1 hour എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അല്ലെങ്കിൽ ഒരു വീക്ക്ലി നിങ്ങളൊരു ടാർഗറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പർ, ഓക്കെ, നിങ്ങൾക്കൊരു ഡയറിയൊക്കെ വെക്കുക. ആ ഡയറിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഓക്കെ, ആ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. അതിൻ്റെ അറ്റത്തായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു കോളം കൂടെ വെച്ചോ. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ടിക്ക് ഇടാനായിട്ടൊരു കോളം കൂടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസത്തെ ടാർഗറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് ചെയ്തു അല്ലേ, ഇതേ മിസ് ഞാൻ ഈ ഇത്രയും പോർഷൻസ് ഞാൻ പഠിച്ചു കഴിഞ്ഞത് ഇപ്പോൾ നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ ഒരു പോർഷൻ പഠിച്ച് തീർക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ടിക്ക് ഇട്ട് പോകുക. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷമൊക്കെ വരും. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഇത്രയും പോർഷൻസ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു മോട്ടിവേഷനൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ടാർഗറ്റൊക്കെ വെച്ചിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു കറക്റ്റായിട്ടൊരു പ്രോപ്പർ പ്ലാനോട് കൂടിയിട്ട് വേണം പഠിക്കാനായിട്ട്. അതായത് ഓരോ ദിവസം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, എന്തൊക്കെയാണ് എനിക്ക് കവർ ചെയ്യാനുള്ള പോർഷൻസ്, ഇന്ന് ടീച്ചേഴ്സ് എന്തൊക്കെ പറഞ്ഞു, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം അല്ലേ, ഇതെല്ലാതും എപ്പോഴൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ പ്ലാനോട് കൂടെ വേണം ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് മിസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ് മുതലേ തന്നെ എൻ്റെ കുട്ടികൾ ഇതൊരു ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനമാകുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതാനും പറ്റും. ഓക്കെ, റെഡി ആണല്ലോ, പക്കാ സെറ്റ്. ഇനി ലാസ്റ്റത്തെ കാര്യം, ഓക്കെ, ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി അവസാനം ചെയ്യേണ്ട കാര്യമാണ് ഇത്, നമ്മുടെ റിവിഷൻ. അതായത് നമ്മൾ ഒരാഴ്ച നമ്മൾ കുറേ ചാപ്റ്റേഴ്സും കുറേ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അവസാനം നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനമാകുന്ന സമയത്ത് വീക്കെൻഡിൽ നിങ്ങൾ, അതായത് ഇപ്പോൾ നമ്മുടെ ശനി ഞായറൊക്കെ എത്തുന്ന സമയമാകുമ്പോൾ നമുക്ക് ലീവ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത് അത് എന്ത് ചെയ്യുക, അതൊന്നും കൂടെ ഒന്ന് റിവിഷൻ നടത്താം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അതൊന്നും കൂടെ ഒന്ന് ഓടിച്ച് നോക്കി വെക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ചയും മിസ്സാക്കാതെ കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും മക്കളെ. അവസാനമാകുമ്പോഴേക്കും എൻ്റെ കുട്ടികൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഏത് ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടികൾക്ക് ഈസി ആയിട്ട് പറയാനും സാധിക്കും. എല്ലാ സബ്ജക്റ്റിനോടും ഒരു പ്രത്യേക ഒരു ഇഷ്ടം വരും. ഓക്കെ, അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഇതെന്തായാലും നടക്കും. ഓക്കെ, അപ്പോൾ മിസ് ഇത്രയും കാര്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ സംഭവം ഉള്ള കാരണമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഓരോ ആഴ്ചയും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഒരാഴ്ച നമ്മൾ ചെയ്തു എന്ന് വെച്ചിട്ട് നിർത്തി പോവരുത്. എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെറ്റായിരിക്കും. എൻ്റെ കുട്ടികൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല, അടിപൊളിയായിട്ട് നമ്മുടെ 6ാം ക്ലാസ് നമ്മുടെ സെറ്റായിട്ട് അടിച്ചു പൊളിച്ചിട്ട് തകർത്തിക്കും. ഓക്കെ, അപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം മിസ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് മാത്രം കാണുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആയാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും അതിനൊക്കെ ഉത്തരങ്ങൾ സ്വന്തമായിട്ട് തന്നെ കണ്ടെത്തേണ്ടതായിട്ട് വരും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എത്ര അവർ ഇരുന്ന് പഠിക്കണം ഇതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമാണ് മിസ്. ഞങ്ങൾക്ക് ഒന്നിങ്ങനെ ഇടയ്ക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ പറഞ്ഞു തരാനും ഓരോ ദിവസം എന്തൊക്കെയാണ് കാണേണ്ടത് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ഫാമിലി എൻ്റെ കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ബാച്ചിലേക്ക് എൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇനി നമ്മുടെ 6ാം ക്ലാസ് നമ്മുടെ എക്സാമിനർ ഫാമിലിയുടെ കൂടെ അടിച്ച് പൊളിച്ച് തകർക്കാൻ പോവാണ്. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഓൾ ദ വെരി ബെസ്റ്റ് എന്നിട്ട് കൊടുക്കാം.